കുറ്റം അതല്ല. ഈ ഹദീസ് ലഈഫാണ് എന്നറിയാവുന്ന അബ്ദുൽ മുഹ്സിനുൽ അബ്ബാദ് ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചോദിക്കാലോ, ഹദീസ് ലഈഫായിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു വാചകത്തിൽ ഉപയോഗിച്ചത് എന്ന്. അദ്ദേഹം പറയുകയാണ്, തൻസീലുന്നാസി മനാസിലഹും, ജനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ മൻസിലിൽ ഇറക്കണം. അന്ന കുല്ലൻ യുനസ്സലു മൻസിലതഹു സവാഉൻ ഫിൽ ഇൽമി ഔ ഫീ ഗൈരിഹി, അറിവിലാകട്ടെ ഇനി വേറെ വിഷയത്തിലാകട്ടെ ഓരോരുത്തർക്കും ഒരു മൻസിലുണ്ട്. ഫയുനസ്സലുൽ മൻസിലത അല്ലതി തലീഖു ബി വലൈസ ഹുവ മിസ്ല സായിരിൻ നാസ്. എല്ലാ ആളുകളും എല്ലാ ആളുകളെ പോലെയല്ല. ചില ആളുകൾക്ക് ഷറഫിലും ഇൽമിലും ഒക്കെ എന്തുണ്ടാകും, വ്യത്യാസം ഉണ്ടാകും. ഫകുല്ലുൻ യുആമലു ബിമാ യസ്തഹിഖു, ഓരോരുത്തരും അവർക്ക് അർഹതപ്പെട്ടതനുസരിച്ച് അവരോട് പെരുമാറപ്പെടാവുന്നതാകുന്നു. വയുനസ്സലുൽ മൻസിലത അല്ലതി യസ്തഹിഖുഹാ, അവർ അർഹിക്കുന്ന ആ മൻസില് അവർക്ക് നൽകണം. ഇതൊക്കെ പറഞ്ഞ് അതിന്റെ സനദിനെ കുറിച്ചും സംസാരിച്ചിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു, ഈ ഹദീസ് ദുർബലമാണെങ്കിലും വലാകിൻ മഅനാഹു സഹീഹുൻ, ഇതിന്റെ മഅന എന്താണ്, സഹീഹാണ്. ഇദ് ലാ ശക്ക അന്ന നാസ യുനസ്സലൂന മനാസിലഹും, ഒരു സംശയവുമില്ല ഇസ്ലാമിക ലോകത്ത്. അതുകൊണ്ടാണ് ഞാൻ അത് ഉദ്ധരിച്ചത്. അൻസിലുന്നാസ മനാസിലഹും എന്ന വാചകം ഇസ്ലാമിലെ ഈ ഒട്ടനവധി ശവാഹിദുകളുള്ള ആശയത്തെ പറയാൻ പറ്റിയ ഒരൊറ്റ വേർഡായതുകൊണ്ട് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വാചകത്തെ അവരെപ്പോഴും ഉപയോഗിക്കും, കിതാബിലും സംസാരത്തിലും ഒക്കെ. അത് ഹദീസ് സഹീഹ് എന്നുള്ള അർത്ഥത്തിലല്ല, ആ ആശയത്തെ ഉപോത്ബലകമാക്കുന്ന ശക്തിപ്പെടുത്തുന്ന ധാരാളം ദലീലുകൾ വേറെയുള്ളത് കൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഹാദാല ഇഷ്കാല ഫീ, ഇതിലെന്തില്ല, ഒരു ഇഷ്കാലിന്റെ പ്രശ്നമല്ല, സംശയമല്ല, അത് ശരിയാണ്. അതുപോലെ തന്നെ സൈനുദ്ദീൻ മുഹമ്മദുൽ മനാവിയുടെ ഹിജ്റ 1031 മരണപ്പെട്ട ഫൈദുൽ ഖദീർ എന്നതല്ലേ ഞാൻ വായിച്ചത്. അവിടെ ഖാദിമിനും മഖ്ദൂമിനെയും റഈസിനെയും മർഊസിനെയും ഒക്കെ ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനം നൽകുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് സിറാജ് പറയുന്നു എന്നാ പറഞ്ഞു. ഞാനല്ല, ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ആ ഗ്രന്ഥവും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഫൈദുൽ ഖദീർ നോക്കുക, അവിടെ ആ ആലിമാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിജ്റ 1057 മരണപ്പെട്ട മുഹമ്മദ് ഇബ്നു അലാൻ അസ്-സിദ്ദീഖി ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ദലീലുൽ ഫാലിഹീൻ ലിതുർഖി റിയാദിസ് സാലിഹീൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം കൃത്യമായി ഇതിനെക്കുറിച്ച് ഹുവ ഹള്ളുൻ അലാ മുറാഅത്തി മഖാദീരിൻ നാസി വമറാത്തിബിഹിം വമനാസിബിഹിം വതഫ്ദീലി ബഅദിഹിം അലാ ബഅദിൻ ഫിൽ മജാലിസി വഫിൽ ഖിയാമി വഫിൽ മുഖാതബതി വൽ മുകാതബ, എഴുത്തിലും അതുപോലെ തന്നെ സംസാരത്തിലും ഖിയാമിലും മജ്ലിസിലുമൊക്കെ ഓരോ ആളുകൾക്കനുസരിച്ച് മർത്തബ നൽകുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇവിടെ ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ എന്ന ഹദീസുകളും ഇസ്ലാമിന്റെ സുന്ദരമായ സമത്വ ഭാവനകളും അത് ഞാൻ നഷ്ടപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഈ പണ്ഡിതന്മാരൊക്കെ ഇത് നഷ്ടപ്പെടുത്താൻ വേണ്ടി എഴുതിയതാണോ? ഇസ്ലാമിന്റെ ഐക്യത്തിന്റെ സമത്വത്തിന്റെ സുന്ദരമായ ആശയത്തെ ഒരു ദുർബല ഹദീസിന് വേണ്ടി വ്യാഖ്യാനിച്ചു മോശമാക്കിയോ ഈ സലഫി പണ്ഡിതന്മാർ? അല്ല, അത് രണ്ടും രണ്ട് വിഷയമാണ് സംസാരിക്കുന്നത് എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വാഇൽ ഇബ്നു ഹുജറിന്റെ സംഭവം ഞാൻ ഉദ്ധരിച്ചതല്ല. അത്തിയ്യത്ത് ഇബ്നു സാലിം എന്നറിയപ്പെടുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ബുലൂഗുൽ മറാമിന്റെ ഷറഹിൽ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുനസ്സിലുൻ നാസ മനാസിലഹും. അതാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, നബിയുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അവർ പറയാണെന്ത്, നബി ഓരോ ആളുകൾക്കും അവരുടേതായ മൻസിലത്ത് നൽകിയിട്ടുണ്ട്. അത് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത് പോലെ വലൈസ ഫീ ഹാദാ മുഹാബ്ബാത്തുൻ വലാ മുഗായറ, ഇത് പാർഷ്യാലിറ്റിയോ ഏതെങ്കിലും ഒരു വ്യക്തിയോട് അമിതമായ താല്പര്യം കാണിക്കലോ അല്ല, വലാകിൻ ഇക്റാമ, ഇത് ബഹുമാനിക്കലാണ്, ഒരാൾ മറ്റൊരാളെ ബഹുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. വഹാദാ മിൻ മകാരിമി അഖ്ലാഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന നല്ല അഖ്ലാഖുകളിൽ പെട്ടതാകുന്നു, നല്ല സ്വഭാവങ്ങളിൽ പെട്ടതാകുന്നു എന്നാണ് അദ്ദേഹവും വിശദീകരിക്കുന്നത്. അപ്പോ ഈ വക കാര്യങ്ങളൊന്നും തന്നെ എന്റെ വക ഞാൻ വിശദീകരിച്ചതല്ല, എന്റെ പോക്കറ്റിൽ നിന്നെടുത്തതല്ല, പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചതാണ്. ഖിയാറുഹും ഫിൽ ഇസ്ലാം ഖിയാറുഹും ഫിൽ ജാഹിലിയ്യ ഖിയാറുഹും ഫിൽ ഇസ്ലാമി ഇദാ ഫഖഹു എന്ന് ഞാൻ പറഞ്ഞതിനെ അവൻ എവിടുന്നോ എടുത്തുകൊണ്ടോന്ന് പറയുകയാണ് ചെയ്തത്. അതും ഇതുമായിട്ട് ബന്ധമല്ല. സത്യത്തിൽ ഞാൻ ഉദ്ധരിച്ച അതിനു വേണ്ടിയല്ല. അൻസിലുന്നാസ മനാസിലഹും എന്ന ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഹിജ്റ 578 മരണപ്പെട്ട മഹാപണ്ഡിതൻ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ ഉമർ ബിൻ ഇബ്രാഹിം
ഫതുഹുൽ ബാരിയും ഇമാം നവവിയുടെ ഷറഹു മുസ്ലിം ഒക്കെ വരുന്നതിന് മുമ്പ് എഴുതപ്പെട്ട അൽ മുഫ്ഹിം എന്ന ഷറഹിൽ അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അശ്ശൈഖുൽ ഫഖീഹ് അൽ ഇമാമുൽ ആലിം അൽ ആമിൽ അൽ മുഹദ്ദിസുൽ ഹാഫിൾ ബഖിയ്യത്തുസ് സലഫ്. ഹാഫിളും മുഹദ്ദിസും ആലിമും ആമിലും ഒക്കെയായ മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹമാണ് അൻസിലുന്നാസ മനാസിലഹും എന്ന ഹദീസ് പറയവേ ഖിയാറുഹും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാമി ഇദാ ഫഖു എന്ന ബുഖാരിയിൽ ഹദീസ് കൊടുക്കുന്നത്. അത് ഇതിന്റെ ശവാഹിദാണ്. അതാണ് വലാകിൻ മഅനാഹു സഹീഹുൻ ലാ ഇഷ്കാല ഫീ എന്നാര് പറഞ്ഞത്? അബ്ദുൽ മുഹ്സിനുൽ അബ്ബാദ് പറഞ്ഞത്. എന്നാൽ ആ വിഷയം ഞാൻ എവിടുന്നോ കിട്ടി, ഫതുൽ ബാരിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഷറഹിലോ ഒന്നും അതിനെ സംബന്ധിച്ച് യാതൊരു പ്രയോഗങ്ങളുമില്ല എന്ന് പറഞ്ഞത് ശരിയായില്ല. മറിച്ച് അതൊക്കെ ഞാൻ കിതാബിൽ നിന്നാണ് വായിച്ചത്. അതുകൊണ്ട് അദ്ദേഹവും തെറ്റിദ്ധാരണ തിരുത്തണമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് തെറ്റിദ്ധരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ആ തെറ്റിദ്ധാരണകൾ തിരുത്തണം എന്നുമാണ് എനിക്ക് പറയുവാനുള്ളത്. ഇവിടെ ഖിയാറുഹും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാമി ഇദാ ഫഖഹു എന്ന ഹദീസിനെ, ഇമാം ബുഖാരിയിലെ ഹദീസിനെ ഈ നിലക്ക് മനസ്സിലാക്കിയ പണ്ഡിതന്മാരെമ്പാടുമാണ്. അതിലൊന്ന് റിയാദുസ് സാലിഹീന്റെ ഷറഹിൽ ഷെയ്ഖ് സാലിഹുൽ ഉസൈമീൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചോദ്യം സഹാബികൾ ചോദിച്ചു, മൻ അക്രമുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അക്രം ആരാണ്? നബിയുടെ മറുപടി അത്ഖാഹും, അവരിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ള ആൾ. അപ്പൊ സ്വാഭാവികമായും അത് കേട്ട ചോദ്യം നിർത്തിക്കൂടെ? തഖ്വയുള്ള ആളാണ് ഏറ്റവും അക്രം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. എന്നാൽ സഹാബികൾ പിന്നെയും ചോദിക്കുകയാണ്, ആ ചോദ്യത്തിന് വല്ല പ്രസക്തി ഉണ്ടോ? ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത്. അവർ പറഞ്ഞു, ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്. ഫഖാലു ലൈസ അൻ ഹാദാ നസ്അലുക്, നബിയെ ഞങ്ങൾ അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോ വീണ്ടും നബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യൂസുഫ് നബിയാണ് അക്രമുന്നാസ്, ഒരു വ്യക്തിയെ മുഅയ്യനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് നബിക്ക് പിന്നീട് തോന്നി. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ അതുമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് നിലവിലുള്ള ആളുകളിൽ ആരാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഫഅൻ മആദിനിൽ അറബി തസ്അലൂൻ, അറബികളുടെ മആദിനെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? എങ്കിൽ ഖിയാറുഹും ഫിൽ ജാഹിലിയ്യ ഖിയാറുഹും ഫിൽ ഇസ്ലാമി ഇദാ ഫഖഹു. പാണ്ഡിത്യം നേടിയാൽ, അറിവ് നേടിയാൽ, ദീനിൽ ഇൽമുണ്ടെങ്കിൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഷറഫുള്ള ആൾ ഇസ്ലാമിൽ ആര് തന്നെയാണ്? ഷറഫുള്ള ആളുകളാകുന്നു. എന്നിട്ട് അദ്ദേഹം അതൊക്കെ ഞാൻ സമയദൈർഘ്യം ഭയന്നിട്ട് അല്ലെ തന്നെ ഒരുപാട് സമയമായി. അദ്ദേഹം പറയാണ്, ഫഫീ ഹാദാ, ഇതിൽ എന്തുണ്ട്? ദലീലുൻ അലാ അന്നൽ ഇൻസാന യുശറഫു ബിനസബിഹി ലാകിൻ ബിശർതി അൻ യകൂന ലഹു ഫിഖ്ഹുൻ ഫീ ദീനിൻ. തീർച്ചയായും ഈ ഹദീസിൽ തെളിവുണ്ട്, ജനങ്ങൾ അവരുടെ നസബ് അനുസരിച്ച് അവർക്ക് എന്തുണ്ട്? കുടുംബ പാരമ്പര്യം അനുസരിച്ച് ചില ഷറഫുകളൊക്കെ അവർക്കുണ്ട്. പക്ഷെ ഒരു ഷർത്ത് ഉണ്ട്, തോന്നിവാസികളായി നടക്കുന്നവരായിരിക്കരുത്, നല്ല ആളുകളായിരിക്കണം, അവർക്ക് ഫിഖ്ഹ് ഉണ്ടാവണം. വലാ ശക്ക അന്ന നസബ ലഹു അസറുൻ, നസബിനൊരു സ്വാധീനമുണ്ട് സമൂഹത്തിൽ. നല്ല തറവാട്ടുകാരായ ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ ഒന്നും എന്തുണ്ട്? ഒരു സ്വാധീനമുണ്ട്, അതിനെ നിഷേധിച്ചിട്ട് കാര്യമല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, വലിഹാദാ കാന ബനൂ ഹാഷിം അത്യബുന്നാസ്, ബനൂ ഹാഷിം കുടുംബം മക്കയിലെ ഏറ്റവും ഉന്നതരായിരുന്നു. വഅശ്റഫു നസബൻ വമിൻ സമ്മ കാന മിൻഹും അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി ഹാഷിം ഖുറൈശി തറവാട്ടിൽ ഉണ്ടാവാനുള്ള കാരണം. ഹുവ അഷ്റഫുൽ ഖൽഖ് ഫലൗലാ അന്ന ഹാദൽ ബത്ന മിൻ ബനി ആദമ അഷ്റഫുൽ ബുതൂൻ. ആദം സന്തതികളിൽ തന്നെ ഈ വയറുള്ള ആ കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യമില്ലായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തറവാട്ടിൽ ജനിക്കില്ലായിരുന്നു എന്നുകൂടി ഷെയ്ഖ് സാലിഹുൽ ഉസൈമീൻ ഈ ഹദീസിനെ വിശദീകരിക്കവേ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ജനങ്ങളെ മുഴുവൻ മോശക്കാരായി കാണണമെന്നൊന്നും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. എന്നാൽ അറിയുക, വലാകിൻ യജിബു അൻ നഅലമ അന്ന ബഅ്ളൽ ഖബാഇലി ഔ ബഅ്ള ശുഊബി അഫ്ളലു മിനൽ ബഅദ്. ചില ഷുഊബിനും ചില ഖബായിലിനും മറ്റു ചില ഗോത്രങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച കുടുംബം പോലെ, തറവാട് പോലെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ജനങ്ങളെ മൊത്തത്തിൽ മോശമാക്കുന്ന, അതല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ മോശം ഒരു വിഭാഗം, അങ്ങനെയല്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തഫാഖുറു ഹുവൽ മംനൂ, തറവാടിന്റെയും ഗോത്രത്തിന്റെയും പേരിൽ ദുരഭിമാനം നടിക്കലാണെന്ത്? ഹറാമാക്കപ്പെട്ടത്. അമ്മ തഫാദുൽ, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണന, ശ്രേഷ്ഠത, ആ വിഷയത്തിൽ കുഴപ്പമില്ല. ഫഇന്നല്ലാഹു യുഫദ്ദിലു ബഅ്ളൽ അജ്നാസി അലാ ബഅ്ദിൻ, ചില ജിൻസുകൾക്ക് വേറെ ചിലരെക്കാൾ
പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് ഫൽ അറബു അഫ്ളലു മിൻ ഗൈരിഹിം, അറബികൾക്ക് അജമികളെക്കാൾ എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. കാരണം നബിമാരുടെ കുടുംബാണത്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ കുടുംബ പാരമ്പര്യത്തിലുള്ളവരാണ്. അപ്പൊ ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ എന്നതോ ആ ഹദീസ് ഈ ഹദീസ് ഏറ്റുമുട്ടുന്നുണ്ടോ? ഇല്ല. രണ്ടും രണ്ട് തത്വമാണ് പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ജിൻസുൽ അറബി അഫ്ളലു മിൻ ജിൻസിൽ അജബ്, അറബികളുടെ ജിൻസ് അറബികളുടെ അല്ലാത്ത ജിൻസിനേക്കാൾ കുറച്ചുകൂടി അഫ്ളലാണ്. അത് നമുക്ക് വാക്കിയിൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. ലാക്കിൻ ഇദാ കാനൽ അറബിയ്യു ഗൈറു മുത്തഖിൻ, പക്ഷെ ഒരു അറബി തഖ്വല്ലാത്ത ആളാണ്. വല അജമി മുത്തഖിയൻ, എന്നാൽ ഒരു അജമി അയാൾ നല്ല തഖ്വയുള്ള ആളാണ് എങ്കിൽ ഫൽ അജമിയ്യു ഇൻദല്ലാഹി അക്രമു മിനൽ അറബ്, അവിടെ തഖ്വയുള്ള ആൾക്ക് തന്നെ ഉയർന്ന സ്ഥാനം. അപ്പൊ ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ എന്ന ഹദീസും ഖിയാറുഹും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാം ഇദാ ഫഖൂ എന്നുള്ള ഹദീസൊക്കെ പണ്ഡിതന്മാർ കൃത്യമായി അതിന് ശറഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുള്ള മഅന എന്താണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ വിശദീകരിച്ചത്. ആ ശവാഹിദുകളെ ആണ് ഞാൻ ഉദ്ധരിച്ചത്. അപ്രകാരം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രാധാന്യം നൽകുക വഴി അവരുടെ ഹൃദയം സലഫി മൻഹജിലേക്കും മറ്റും ഇണങ്ങി വരികയും അവരിലേക്ക് ദഅവത്ത് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നതിൽ വിരോധമില്ല. ഹദീസുകൾ അതിന് പിൻബലം നൽകുന്നുണ്ട്, പണ്ഡിതന്മാരുടെ കൗലുകളും പിൻബലം നൽകുന്നുണ്ട്. അതിനെ എതിർക്കേണ്ടുന്ന ആവശ്യമില്ല എന്നതാണ് നമ്മുടെ വിഷയം. അതിനപ്പുറത്തേക്ക് അതിനെ പ്രോഫ്കോണിൽ തന്നെ പാവപ്പെട്ടവന് വേറെ സെഷൻ, പണക്കാരന് വേറെ സെഷൻ, അതിൽ തന്നെ BPLകാരന് വേറെ സെഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ വിഷയത്തെ അവഗണിക്കുന്നതും മോശമാക്കുന്നതും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഖുമു ഇലാ സയ്യിദിക്കും, അല്ലെങ്കിൽ ലോകത്തിൽ ഏതെങ്കിലും സലഫി പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ സിറാജ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറയുന്ന വാദം എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഖുമു ഇലാ സയ്യിദിക്കും എന്നതിന് ഏതെങ്കിലും ഒരു ഒറ്റ മഅനേ ഉള്ളൂ, വേറൊരു മഅനയുമില്ല എന്ന് വാദിക്കുന്നത് ശരിയല്ല. കാരണം ചില ആളുകൾ പറയുന്നത് അന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് കാലിൽ പരിക്കുണ്ടായിരുന്നു, പരിക്കുള്ള ആളെ വാഹനപ്പുറത്തുനിന്ന് ഇറക്കാൻ വേണ്ടിയാണ് എഴുന്നേൽക്കാൻ പറഞ്ഞത്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പോലും രണ്ട് ഇഹ്തിമാലാ പറഞ്ഞത്. ഒന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഒരു ഹദീസിലെ റിവായത്തിൽ വന്നൊരു വാചകമുണ്ട്, അങ്ങനെ അവർ പോയി അദ്ദേഹത്തെ ഇറക്കി. അതുകൊണ്ട് ഇറക്കാൻ തന്നെയാണ് എഴുന്നേൽപ്പിച്ചതെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. മറിച്ച് അഹ്ലുൽ ഫളിൽപ്പെട്ട ആളുകൾ, ഫളിലും ഷറഫും ഒക്കെ ഉള്ള ആളുകൾ, അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ പ്രത്യേകമായി നിൽക്കാൻ. എന്റെ പോയിന്റ് അതാണ്, എന്റെ വിഷയം അതാണ്. ഷറഫുള്ള ഫളിലുള്ള ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എഴുന്നേൽക്കാമോ? മറ്റുള്ള ആളുകളിൽ നിന്ന് അപേക്ഷിച്ച് കുറച്ച് സ്ഥാനവും പദവിയൊക്കെ ഉള്ള ആളുകൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് പോകാമോ? ആ വിഷയത്തിൽ ഇമാം നവവി പോലും അദ്ദേഹത്തിന്റെ ശറഹു മുസ്ലിമിൽ ഖൂമു ഇലാ സയ്യിദിക്കും ഔ ഖൈരിക്കും എന്ന ഹദീസ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഫീഹി, ഈ ഹദീസിൽ തെളിവുണ്ട്, ഇക്റാമു അഹ്ലിൽ ഫളിലി, ഫളിലുള്ള ആളുകളെ ബഹുമാനിക്കൽ. അതിനാ ഞാനത് ഉദ്ധരിച്ചത്. ഖൂമു ഇല എന്നോ ഖൂമു ഖാമ അല അല്ലെങ്കിൽ ഖാമ ഇല അല്ലെങ്കിൽ ഖാമലി എന്ന വാചകങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള ചർച്ചയേക്കാൾ ഞാൻ ദലീലായി ഉദ്ധരിച്ചത് അഹ്ലുൽ ഫളിൽപ്പെട്ട ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാമോ. അതുകൊണ്ടാണ് സഅദ് ഇബ്നു മുആദിന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് പോവുക എന്ന് തന്നെ എന്റെ പ്രസംഗത്തിന്റെ 1 മണിക്കൂറും 17ാമത്തെ മിനിറ്റിലും സഅദ് ഇബ്നു മുആദിന്റെ അടുത്തേക്ക് എഴുന്നേൽക്കുക എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവിടെ എന്റെ മഖ്സദ് ഇതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വതലഖീഹിം ബിൽ ഖിയാമി ലഹും ഇദാ അഖ്ബലു, അവർ വന്നാൽ എഴുന്നേറ്റുകൊണ്ട് അവരെ സ്വീകരിക്കൽ. അതിന് ഈ ഹദീസിൽ എന്തുണ്ട്? ഖൂമു ഇലാ സയ്യിദിക്കും എന്നുള്ള ഹദീസിൽ തെളിവുണ്ട്. ഹാക്കദാ ഇഹ്തജ്ജ ബിഹി ജമാഹീറുൽ ഉലമാ, ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇതാണ് അതിന് തെളിവാക്കിയിട്ട് ലി ഇസ്തിഹ്ബാബിൽ ഖിയാം. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, ഖുൽതു, ഞാൻ പറയട്ടെ, അൽ ഖിയാമു ലിൽ ഖാദിമി മിൻ അഹ്ലിൽ ഫദ്ലി, അഹ്ലുൽ ഫദ്ലിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി എഴുന്നേൽക്കുക എന്നത് മുസ്തഹബ്ബുൻ. എന്താണ്? മുസ്തഹബ്ബാണ്. ഇവിടെ ലിൽ ഖാദിമി എന്നാ പറഞ്ഞത്, ഇലൽ ഖാദിമി എന്നല്ല, ലിൽ ഖാദിമി. അപ്പൊ അതുകൊണ്ടുള്ള ഉദ്ദേശം അവരെ സ്വീകരിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കുക എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു ചോദ്യം ഷെയ്ഖ് സാലിഹുൽ ഉസൈമീനോട് ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയുമോ? അഹ്സനല്ലാഹു ഇലൈക ഫളീലത ഷെയ്ഖ്,
നുരീദു അത്തഫ്സീല ഫീ മസ്അലത്തിൽ ഖിയാമി ഇൻദ ദുഖൂലി ഔ ഇൻദ സലാം. ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോ അയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ അയാളിലേക്ക് എഴുന്നേറ്റ് ചെല്ലുന്നതിനെ കുറിച്ചുള്ള ഒരു തഫ്സീല് ഞങ്ങൾക്ക് വേണം. അദ്ദേഹത്തിന്റെ മറുപടി ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാ ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഫഅമ്മൽ ഖിയാമു, ആ വാചകം പറഞ്ഞിട്ട് ഇത് ഷെയ്ഖ് സാലിഹുൽ ഉസൈമിന്റെ വാക്കുകളാണ്. ഫഅമ്മൽ ഖിയാമു ഇല റജുലി ഫഹുവ മിനസ് സുന്നഹ്, ഒരാൾ വരുമ്പോ അയാളിലേക്ക് എഴുന്നേറ്റ് പോവൽ സുന്നത്ത് പെട്ടതാണ്. ഇദാ കാന അർറജുലു അല്ലദീ ഖുംത ഇലൈഹി അഹ്ലൻ ലിദാലിക്, നീ എഴുന്നേറ്റ് പോയ ആൾ അതിന് അർഹനായിരിക്കണം. അങ്ങനെയുള്ള സ്ഥാനവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അത് സുന്നത്തപ്പെട്ടതാണ്. മിസ്ല ലൗ ദഖല ഇൻസാനുൻ ലഹു ഫദ്ലുൻ ഫീ ഇൽമിഹി ഔ ദീനിഹി ഔ മാലിഹി. അദ്ദേഹം പറയാണ് ദീനിലോ അല്ലെങ്കിൽ ഇൽമിലോ സമ്പത്തിലോ ഫദ്ലുള്ള ഒരാളാണെങ്കിൽ അയാളെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകുന്നതിൽ എന്തില്ല, കുഴപ്പമില്ല. സുമ്മ ഖുംത ലിതതലഖാഹു ഫഹാദാ മിനസ് സുന്നഹ്, അയാളെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാം, അത് സുന്നത്താണ്. എന്നിട്ട് അദ്ദേഹം ദലീൽ വിളിച്ചു വലിഹാദാ ലമ്മാ ജാഅ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഖദ് ഹക്കമഹു അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ യഹൂദി വഅഖ്ബല ഖാല ഖൂമു ഇലാ സയ്യിദികും, നിങ്ങൾ സയ്യിദിലേക്ക് വരൂ എന്ന് നബി ഈ അർത്ഥത്തിൽ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ് വലി അന്ന ഹാദാ, കാരണം ഇതിലുണ്ട് മിനൽ ഇക്റാമി ലദവിൽ ഫളൽ, ഫളലുള്ള ആളുകളെ ബഹുമാനിക്കണം എന്നതിന് ഇതിൽ തെളിവുണ്ട്. വഇക്റാമു ദവിൽ ഫളലി മിൻ മഹാസിനിൽ അഅമാലി വൽ ആദാബ്, നല്ല ആദാബിൽപ്പെട്ടതും നല്ല പ്രവർത്തികളിൽപ്പെട്ടതാണ് എന്ത്, അഹ്ലുൽ ഫളലുള്ള ആളുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. അതിനാണ് ഞാനെന്ത് ഉദ്ധരിച്ചത്, അല്ലാതെ ഖാമ ഇല, ഖാമലി, ഖാമ അല എന്നതിലെ വ്യത്യാസം വിശദീകരിക്കലല്ല. അത് മറ്റൊരു ഇൽമിയായ ചർച്ചയാണ്. അഹ്ലുൽ ഫളലിൽപ്പെട്ട ആളുകളെ ഈ നിലക്കൊക്കെ ബഹുമാനിക്കുവാൻ പാടുണ്ടോ? പിന്നീട് അദ്ദേഹം ഇനി ഒരാൾ വന്നാൽ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലും, ഞാനത് വിശദീകരിക്കുന്നില്ല സമയദൈർഘ്യം ഭയന്നുകൊണ്ട്, ആ സന്ദർഭത്തിൽ പോലും ഒരു മഫ്സദത്തുണ്ടാകുമെങ്കിൽ വരുന്ന ആള് ഇവരെന്താണ് എന്നെ ബഹുമാനിക്കാത്തത്, ഇവർക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ തോന്നുന്ന സന്ദർഭത്തിൽ, അത്തരം സന്ദർഭത്തിൽ വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിൽ കുഴപ്പമില്ല എന്നുകൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫതാവ നൂറു അലദ്ദർബ് ഇബ്നു ഉസൈമീൻ, അതും നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ തന്നെ ലിഖാഉ ബാബിൽ മഫ്തൂഹ് എന്ന് പറയുന്ന അദ്ദേഹം വീട്ടിൽ വെച്ച് നടത്തിയിട്ടുള്ള ഫത്വകളും ചോദ്യോത്തരങ്ങളും, ഈ ഭാഗങ്ങളൊക്കെ കിതാബുകളായി ലഭിക്കും. അത് കൂടുതൽ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ നാം ആ ദലീലുകൾ ഉദ്ധരിച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. പറയാലോ അല്ലെ, 20 മിനിറ്റ് ടൈമുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ പറയപ്പെട്ടത് സംഘടനാ നേതാക്കൾ ഉലുൽ അംറിൽപ്പെട്ടവരാണോ എന്നൊരു വിഷയമാണ്. ഞാൻ കൃത്യമായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഉലുൽ അംറിന്റെ പരിധി ഏതാണ് എന്നത് വിശാലമായ ഒരു വിഷയമാണ്. പക്ഷെ നമ്മളെ ബാധിക്കുന്ന വിഷയം എന്താ? ഏത് ഉലുൽ അംറിനും ഒരു ഇസ്ലാമിക ഭരണകൂടത്തിലെ ഹാക്കിമിന് കൊടുക്കേണ്ടുന്ന അനുസരണം തന്നെയാണോ കൊടുക്കേണ്ടത്? ഇതാണ് ചർച്ചാ വിഷയം. അന്ന് ഞാൻ 4 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം വലിയ ചോദ്യം ഞാൻ ചോദിച്ചിരിക്കുന്നു എന്ന് പറയുകയല്ലാതെ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്താ കാരണം? ഞാനത് പറയാനുള്ള കാരണം, അദ്ദേഹത്തിന്റെ 2 നിരൂപണങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഉലുൽ അംറാകുന്നതോടുകൂടി ബൈഅത്ത് നിർബന്ധമായി. അപ്പൊ എന്റെ ചോദ്യമാണെന്ത്? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. എന്താ ചോദ്യം? ഉലമാക്കൾ ഉലുൽ അംറിൽ ഒന്നാമതായി ധാരാളം പണ്ഡിതന്മാർ എണ്ണീയിട്ടുണ്ട്. എന്നാൽ ഉലമാക്കൾക്ക് ബൈഅത്തുണ്ടോ? ഇല്ല. അപ്പൊ ഉലുൽ അംറാവുന്നതോടുകൂടി ബൈഅത്ത് നിർബന്ധമാകും എന്ന വാദം എങ്ങനെ ശരിയാകും? അത് ഇതുമായി കോൺട്രഡിക്റ്റ് ആണ്. അപ്പൊ അതൊരിക്കലും എന്താവുന്നില്ല, അതിന്റെ ഭാഗമാവുന്നില്ല. അപ്പൊ ഉലുൽ അംറായി എന്നതുകൊണ്ട് എല്ലാ ആളുകൾക്കും ബൈഅത്ത് എന്ന ഒരു തത്വല്ല. മറിച്ച് നമ്മൾ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്, സംഘടനയിൽ ഉള്ള പരസ്പരം അനുസരണം എന്നത് ഒരു തൻലീമിന്റെ ഭാഗമാണ്. ഞാൻ ചോദിച്ചു, രണ്ടാമത്തെ ചോദ്യം അതായിരുന്നു, നിലവിലുള്ള നമ്മളുടെ ഈ സംഘടനയിൽ അതല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ ഉലുൽ അംറാകുന്നു ഇസ്ലാമിക രാജ്യത്തിലെ ഭരണാധികാരികളെ പോലെ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ ഓരോ മെമ്പർമാരും നിർബന്ധമായും അനുസരിക്കേണ്ടതാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
ഞാൻ ചോദിച്ചിരുന്നു, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വാചകങ്ങൾ ക്ലിപ്പ് സഹിതം സമർത്ഥിക്കൂ, അല്ലെങ്കിൽ അവരെഴുതിയ ലേഖനം തരൂ. ഇല്ല, അങ്ങനെ ഞാൻ അന്വേഷിച്ച ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാദമേ നമുക്കില്ല. മറിച്ച് ഒരു തൻലീമിന് വേണ്ടിയുള്ള പരസ്പര അനുസരണം മാത്രമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ എന്റെ ക്ലാസ്സിൽ ഷെയ്ഖ് സാലിഹുൽ ഉസൈമീനോട് ചോദിച്ചൊരു ചോദ്യം, അതിന് മറുപടി ഞാൻ പറഞ്ഞത്. എന്താ ചോദ്യം എന്നറിയുമോ? ആ ചോദ്യം ശ്രദ്ധിക്കണം. വകുല്ലു ഖിത്അത്തിൻ ലഹാ മസ്ഊലുൻ. ഇഹ്യാ തുറാസുമായും അതുപോലുള്ള ജമീഉമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓരോ സെഷൻ ഉണ്ട് ഞങ്ങൾക്ക്, ഓരോ സെഷനും മസ്ഊലുണ്ട്. വൽ മസ്ഊലു ഹാദാ യർജിഉ ഇലാ മസ്ഊലിൻ അലാമിൻ. ഒരു മസ്ഊല് അതിനേക്കാൾ ഉയരത്തിലുള്ള വേറൊരാളിലേക്ക് മടങ്ങുന്നുണ്ട്. കതൻലീമിൻ ദഅവിയ്യിൻ, ഒരു ദഅവ തൻലീം എന്ന അർത്ഥത്തിൽ. മിൻ നാഹിയത്ത് ദുറൂസ് വഗൈരിഹി, ദുറൂസിനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. ഫസ്സുആലു ഹുനാ, ഞങ്ങൾക്കൊരു ചോദ്യമേ, ഹൽ മസ്ഊലു ഹാദാ ത്വാഅതുഹു വാജിബത്തുൻ അം ലാ? ഈ ഒരു മസ്ഊലിനെ അനുസരിക്കൽ വാജിബാണോ അല്ലേ? അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഈ തൻലീം, ഈ നിളാമ് ഒരു ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിലാണെങ്കിൽ അനുസരിക്കൽ നിർബന്ധമാണ്. എന്നാൽ രണ്ടാമത്തത്, വഅമ്മാ ഇദാ കാന തൻലീമൻ ദാഖിലിയൻ ലാ അലാഖത ലിൽ ഹുകൂമത്തി ഫീ, ഹുകൂമത്തിന് ബന്ധമൊന്നുമില്ല, സ്വതന്ത്രമായ ഒരു തൻലീമാണെങ്കിൽ, ഫഹാഉലായി ഇൻ റളൗ അൻ യകൂന ഹാദാ അമീറഹും ഫതാഅതുഹു വാജിബ. ഒരാള് ഇദ്ദേഹം ഞങ്ങളുടെ അമീറാണ്, നിങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ ഒരു പദവി നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഫതാഅതുഹു വാജിബ, അയാൾ അനുസരിക്കൽ എന്താണ്? വാജിബാണ്. വഇല്ലം യർളൗ, പക്ഷെ നിങ്ങളത് അംഗീകരിച്ചിട്ടില്ല, ഞാനിതിലൊന്നുമില്ല എന്ന് പറഞ്ഞാലോ അയാൾക്ക് അനുസരിക്കണ്ട. എന്നാൽ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് എനിക്ക് പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇത് രണ്ടും രണ്ടാണ്. ഒന്നൊരു തൻലീമിൽ നമ്മൾ അതിൽ മെമ്പറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നെന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേറ്റാൽ അതൊരു അഹ്ദ്, കരാറുപാലനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ് വഔഫൂ ബിൽ അഹ്ദ് ഇന്നൽ അഹ്ദ കാന മസ്ഊല വൽ മുസ്ലിമൂന അലാ ശുറൂതിഹിം. അങ്ങനെ ഒരുപാട് ദലീലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ തൻലീമിൽ നമ്മൾ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഭംഗിയായി നിർവഹിക്കണം. ഈ വിഷയത്തെ സംസാരിക്കവേ അശ്ശൈഖ് അലിയുൽ ഹലബി അദ്ദേഹം പറഞ്ഞ ഖദ് യകൂനു തജ്വീസ് ശൈഖൈനിൽ ഫാളിലൈനി ലിഹാദൽ അംർ. ഒന്ന്, രണ്ട് ഷെയ്ഖുമാർ ഇത് പറ്റുന്നു പറഞ്ഞിട്ടുണ്ട്, ഈ ത്വാഅത്ത് പറ്റുന്നു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഷെയ്ഖ് സാലിഹുൽ ഉസൈമീൻ, മറ്റൊന്ന് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഇബ്നു ഫൗസാൻ. എന്നിട്ട് ഷെയ്ഖ് അലിയുൽ ഹലബി പറയാണ്, ഇവർ രണ്ടും അനുവാദം കൊടുത്തത് ഒരു ഭരണാധികാരിക്ക് നൽകുന്ന രൂപത്തിൽ എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ മിൻ ബാബി തർത്തീബി. ഒരു തർത്തീബ് വേണ്ടേ? ഓരോരുത്തരും 4 തലക്കിലേക്ക് പോയ തർത്തീബാവോ? ഇല്ല. വത്തൻസീഖി വന്നിളാമിൽ ഇദാരി, ഒരു ഇദാറിന്റെ നിലാമ് പോലെ, അതുപോലുള്ള ഒരു കൂട്ടായ്മക്ക് വേണ്ടിയാണെന്ത് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയുൽ അംർ ആരാണ് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഇബ്നു ഫൗസാനിന്റെ അദ്ദേഹത്തിന്റെ ഒരു മുഹാളറയാണ് മഫ്ഹൂമുൽ ബൈഅ, ബൈഅത്തിനെ മനസ്സിലാക്കുന്നത്. അത് പുസ്തകമായിട്ടുണ്ട്. ആ മുഹാളറയുടെ അവസാനത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യം ശരിക്ക് ശ്രദ്ധിക്കുക. ഫി ബിലാദിൽ കുഫർ, ഞങ്ങള് കാഫറുകളുടെ നാട്ടിലാണ്. മസലൽ ഉറുബിയ വറൂസിയ, യൂറോപ്പിനെ പോലെ റഷ്യയെ പോലെയുള്ള നാട്. ഹീനമാ യകൂനുൽ ഇസ്ലാമു ലഈഫ, ഇസ്ലാം എന്താണ്? ദുർബലമാണ്. ഹൽ യുശ്റഉ ലിൽ മുസ്ലിമീന ഹുനാക അൻ യജ്തമിഉ ഫീ ജമാഅത്തിൻ, അവിടുത്തെ മുസ്ലിമീങ്ങൾക്കൊരു ജമാഅത്തിന്റെ കൂടെ, സംഘടനയുടെ കൂടെ, അല്ലെങ്കിൽ സംഘടനയുടെ കൂടെ, സംഘങ്ങളുടെ കൂടെ, തഹ്തൽ അമീരിൽ വാഹിദി, ഒരു അമീറിന്റെ കീഴിൽ പറ്റുമോ? അല്ലദീ ലഹു അൽ ഇൽമു ശർഈ, അദ്ദേഹത്തിന് ശർഈൽ അറിവുണ്ട്. വദാലിക, അതെന്തിനാണ്? ലിതഖ്വിയത്തി ദഅവ, ദഅവത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ കൂടുന്നത്. വലികൈലാ യതഫറഖൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങൾ ഭിന്നിക്കാതിരിക്കാനും വേണ്ടിയിട്ട്. പിന്നെ ഇന്ത്യയെ പോലെ, അല്ലെങ്കിൽ റഷ്യയെ പോലെ, യൂറോപ്പിനെ പോലുള്ള മുസ്ലിങ്ങൾ കുറവായ രാജ്യങ്ങളിൽ ഒരു അമീറിന്റെ കീഴിൽ പാടുണ്ടോ? വമാ ഹുക്മുൽ ബൈഅത്തി ലിദാലികൽ അമീർ, ആ അമീറിന് ബൈഅത്ത് ചെയ്യാൻ പാടുണ്ടോ? മറുപടി, മസ്അലത്തുൽ അഖല്ലിയാത്തി അല്ലതി ഫീ ബിലാദിൽ കുഫ്രി യജ്തമിഊന അലാ ഖൈരിഹിം വഅഹ്സനിഹിം വയുബായിഊനഹു ബൈഅത്തൻ മുഹദ്ദദ മാ ഹിയ ബൈഅത്തുൻ ആമ്മ ഇന്നമാ ഹിയ ബൈഅത്തുൻ മുഹദ്ദദ ഫീ മകാനിഹിം വഫീ ജമാഅത്തിഹിം. അദ്ദേഹം പറയാണ്, ന്യൂനപക്ഷങ്ങളായ ആളുകൾ താമസിക്കുന്ന നാട്ടിൽ അവരിൽ ഖൈറായ ആളുകളുടെ കീഴിൽ നിലകൊള്ളുകയും അവർക്ക് മുഹദ്ദദായ, അതായത് ലിമിറ്റഡ് ആയ ഒരു ബൈഅത്ത്, ഒരു നിശ്ചിത അല്ലെങ്കിൽ ഇന്നെന്ന വിഷയങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ അനുസരിക്കാമെന്നുള്ള ഒരു ലിമിറ്റഡ്,
മാഹിയ ബൈഅത്തുൻ ആമ, മൊത്തത്തിലുള്ള രാജാക്കന്മാർക്ക് നൽകുന്നത് പോലെ അല്ല, മറിച്ച് ആ നാട്ടിലും ആ ജമാഅത്തിൽ മാത്രമേ എന്തുള്ളൂ, അതിന് വിലയുള്ളൂ. അങ്ങനെയാണെങ്കിൽ വഹാദാമാ യുസമ്മാ ബിൽ മറാക്കിസുൽ ഇസ്ലാമിയ, ഇസ്ലാമിക കേന്ദ്രങ്ങൾ, മർക്കസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇങ്ങനത്തെ കൂട്ടായ്മകൾ ഉണ്ടല്ലോ, ഹാദാ ലാ ബഅസ ബിഹി, അതിനൊരു കുഴപ്പമില്ല. അതല്ല ബഅസ ബിഹി, ന്യൂനപക്ഷങ്ങളുള്ളിടത്തിൽ അവിടെ ദഅവത്തിനെ ശക്തിപ്പെടുത്താനും മറ്റും ഇതേപോലെ ജമാഅത്താ ഒരു അമീറിനെ തെരഞ്ഞെടുക്കുക, മുഹദ്ദദായ ബൈഅത്ത് വരെ നൽകാം. വഹാദാ മിൻ മസ്ലഹത്തിൽ മുസ്ലിമീത്തിൽ ബിലാ, ആ മുസ്ലിങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടിയാണത്. വമിന സുന്നത്തിൽ മുസാഫിരി, എന്നിട്ട് അദ്ദേഹം ഒരു തെളിവും പറയാണ്, സഫറിലുള്ള നിയമം സുന്നത്ത് എന്താ, അൻ യുഅമ്മിറു അമീറൻ അലൈഹിം യർജിഊന ഇലൈഹി ഫീ സഫരിഹിം, അവരുടെ യാത്രയുടെ വിഷയങ്ങൾക്കൊക്കെ മടങ്ങാൻ പറ്റിയ ഒരു കേന്ദ്രവും ഒരു നേതൃത്വവും അവർക്ക് ഉണ്ടാവുക. അത് തന്നെയാണ് ഇതിലെ തത്വവും, അതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തോട് വീണ്ടും മറ്റൊരു ചോദ്യം, രണ്ടു ചോദ്യങ്ങളാണ്. നഹ്നു നഈശു ഫീ ജംഹൂരിയാത്തിൻ മുഖ്തലിഫ വഗൈരി അറബിയ്യ, അറബി അല്ലാത്തൊരു നാട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ അവിടെ ജുംഹൂർ ഞങ്ങളാണ്, പക്ഷെ ഭരണമൊന്നും ഞങ്ങളുടെ കയ്യിലല്ല, ജുംഹൂർ ഞങ്ങളാണ്. വമുഅ്ളമുൻ നാസി ഹുനാക മുസ്ലിമൂൻ, കൂടുതൽ ആളുകളും മുസ്ലിങ്ങളാണ്. അസ്സുആൽ, ചോദ്യം, ഹൽ യുഅ്തബറു റഈസുൽ ജംഹൂരിയ്യ വലിയ അംരിൽ മുസ്ലിമീൻ, അവിടെയുള്ള ഞങ്ങളുടെ ഈ ജുംഹൂറിന്റെ നേതാവിനെ വലിയ അംറായി കണക്കാക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞു വലിയുൽ അംറിന്റെ ഇത് വിശാല, ഓരോ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹം പറയാണ് ഹാദാ വലിയു അംരിൻ അലാ ബലദിഹി, അതെ അദ്ദേഹം എന്താണ്, വലിയ അംറാണ്. വഅൻതും തഹ്ത വിലായത്തി, നിങ്ങൾ അദ്ദേഹത്തിന്റെ വിലായത്തിലുമാണ്. വകമാ സബഖ ഇദാ തമക്കൻതും മിൻ ഇജ്തിമാഇക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് കൂടാൻ പറ്റി, അലാ വാഹിദിൻ മിൻകും യുനള്ളിമു ഉമൂറക്കും മിൻ ജിഹത്തിൽ ഫത്വ വമിൻ ജിഹത്തി ത്വലാഖ് വൻ നിക്കാഹ് ഫഹാദാ വാജിബുൻ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിലാം ചെയ്യുന്ന ഒരാളുടെ കൂടെ കൂടുക, അദ്ദേഹം ത്വലാഖിന്റെ വിഷയത്തിൽ, നിക്കാഹിന്റെ വിഷയത്തിൽ, മറ്റു ഫത്വകളുടെ വിഷയത്തിലൊക്കെ നിങ്ങളെ സഹായിക്കുന്ന, മതത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു മർക്കസ്, ഒരു കേന്ദ്രം, ഒരു അമീർ, ഇതൊക്കെ വാജിബാണ്, ഇതൊക്കെ വാജിബാണ്. വയകൂനു ഇജ്തിമാഅൻ മുസഗ്ഗറൻ ലിൽ മുസ്ലിമീന ഫീ തിൽക്കൽ ബിലാദി ലിൽളറൂറ, നിർബന്ധ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള രാജ്യത്ത് ഇതുപോലുള്ള ഉണ്ടാക്കുന്നത് എന്തില്ല, ഒരു കുഴപ്പമില്ല. കമാ അന്നൽ ജമാഅത ഫി സഫരി, യാത്രയിൽ എന്ത് ചെയ്യുന്നു, യുഅമ്മിറൂന വാഹിദൻ അലൈഹിം, ഒരാളെ നേതാവാക്കുന്നു, ഹാദിഹി സുന്ന, ഇത് സുന്നത്താണ്. ലിഅജ്ലി അല്ലാ യഖ്തലിഫു, നിങ്ങൾ ഭിന്നിക്കാതിരിക്കാനും, വലാ യകൂനു ഹുനാക ശിഖാഖുൻ, അവിടെ മറ്റ് ശിഖാഖുകൾ ഉണ്ടാകാതിരിക്കാനും. വഹാദിഹി വിലായത്തുൻ മുഅഖ്ഖതത്തുൻ ഹസ്ബൽ ലറൂറ, ഇത് മുഅഖ്ഖതായ വിലായത്താണ്. ഇസ്ലാമിക ഭരണകൂടത്തിലുള്ളതാണോ? അത് മുഅഖ്ഖത്താണോ? അല്ല, അത് അലാത്തൂലാണ്. എന്നാൽ ഇതേപോലുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ മുസ്ലിങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടി ഒരു ജമാഅത്ത് ഉണ്ടാക്കുക, ഒരു നാട്ടിൽ ഒരൊറ്റ പണ്ഡിതന്റെ കീഴിൽ അങ്ങനെ ഒരു വലിയ മുതിർന്ന പണ്ഡിതൻ ഇല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മ, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് നേടി ജനങ്ങൾക്ക് ഉപദേശം നൽകാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പറ്റിയ ഒരു ജമിയ ഉണ്ടെങ്കിൽ ആ ജമിയങ്ങളിൽ ചേരാം. മുഅഖ്ഖതായ മുഹദ്ദദായ ബൈഅത്ത് വരെ അവർക്ക് നൽകുന്നതിൽ കുഴപ്പമില്ല എന്നാണ് കിബാറുൽ ഉലമാക്കളിൽപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത്. ആ നിലക്കുള്ള തൻദീമിന് വേണ്ടിയുള്ള, തർത്തീബിന് വേണ്ടിയുള്ള അനുസരണമാവാം. എന്നാൽ അതിലും കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ ആ കുഴപ്പത്തിന്റെ തോതനുസരിച്ച് അയാൾ കുറ്റക്കാരനാകും എന്ന വിഷയമാണ് സഹോദരന്മാരെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിലനിൽക്കുന്ന, അതിങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗം, അതല്ലെങ്കിൽ നാം ഒരു വിഭാഗത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു വന്നു മൻഹജിലേക്കും സലഫിയത്തിലേക്കും വളരെ കൂടുതൽ അടുത്ത ഇപ്പോഴുള്ള ഈ ഒരു നല്ല കൂട്ടായ്മ, ഈ ഒരു കൂട്ടായ്മ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല നമ്മളോട്. ഞാനിതുവരെ കേട്ടിട്ടില്ല, അതാണ്, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അന്വേഷിച്ച ആളുകളും കേട്ടിട്ടില്ല. അപ്പൊ ഇല്ലാത്ത ഒരു സംഗതിയാണ് ഈ പറയുന്നത്. അങ്ങനെ ഒന്നും ആരും വാദിക്കുന്നില്ല. ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ അമീറിന് കിട്ടേണ്ട അനുസരണം കിട്ടിയേ തീരൂ എന്ന് വാദിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു വാദം കെട്ടിച്ചമച്ചു പറയുന്നതായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആ കാര്യം എന്റെ സഹോദരന്മാർ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ജംഇയ്യകൾ കൊണ്ട്, സംഘടനാ പ്രവർത്തനം കൊണ്ട് ഇബാദത്ത് ഉദ്ദേശിക്കാം എന്ന വിഷയത്തിൽ ഞാൻ ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖിന്റെ വാചകത്തിൽ കൃത്രിമത്വം കാണിച്ചു, അല്ലെങ്കിൽ എനിക്ക് വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാ പറഞ്ഞത്. അങ്ങനെയല്ല, ഞാൻ വളരെ കൃത്യമായി വിശദീകരിച്ചു. ജംഇയ്യകൾ കൊണ്ട്, സംഘടന കൊണ്ട് ദഅവത്ത് ഉദ്ദേശിക്കരുത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ടുള്ള ഉദ്ദേശം സംഘടന എന്നത് ഒരു വസീലയാണ്, അത് ദാത്തിയായ എന്തല്ല, ഇബാദത്തല്ല.
എന്നാൽ അതേ സന്ദർഭത്തിൽ തന്നെ അൻ തകൂന ഖാസിദതൻ അൻ തഅബ്ബുദ ലില്ലാഹി അസ്സ വജൽ എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ജംഇയ്യകളും ജമാഅത്തുകളും എന്തുദ്ദേശിക്കണം? അവരുടെ ദഅവത്ത് കൊണ്ട് ഇബാദത്ത് ഉദ്ദേശിക്കണം. ആ ദഅവത്ത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനെ ഞാൻ കൃത്യമായി തഫ്സീൽ ചെയ്തു പറഞ്ഞു. സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? ദഅവത്താണ്. ദഅവത്തല്ലാത്തൊരു സംഘടനാ പ്രവർത്തനം നമുക്കുണ്ടോ? ഇല്ല. പോസ്റ്റർ ഒട്ടിക്കുന്ന എന്താണ്? ദഅവത്തിന്റെ ഭാഗമാണ്. നമ്മൾ മീറ്റിംഗ് വിളിക്കുന്ന എന്താണ്? ദഅവത്തിന്റെ ഭാഗമാണ്. നമ്മൾ സ്റ്റേജ് കെട്ടുന്ന എന്താണ്? ദഅവത്തിന്റെ ഭാഗമാണ്. അത് തന്നെയല്ലേ തൻവീം എന്ന് പറയുന്നത്? അതുകൊണ്ട് തന്നെ ആ വാചകം മാറി ഉപയോഗിച്ചു എന്നല്ലാതെ അവിടെ കൃത്യമായി ഞാൻ പറയുന്നുണ്ട്, ആ ജംഇയ്യ കൊണ്ട്, ആ ദഅവത്ത് കൊണ്ട് അവർ ഉദ്ദേശിക്കേണ്ടത് എന്ന് എന്റെ പ്രസംഗത്തിന്റെ 22, 23 മിനിറ്റുകളിലും അതുപോലെ തന്നെ എന്റെ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗങ്ങളിലും ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്തിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖ് സാലി ആലു ഷെയ്ഖിന്റെ ഒരു വാചകം ഞാൻ വായിക്കാതെ പോയി. അത് സത്യസന്ധതയില്ലാത്ത ഏർപ്പാടാണ്. ഞാൻ അറബിയിൽ വായിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. മറിച്ച് അതിലുള്ള ആശയം, കാരണം നമ്മൾ 12:30 ആയപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിയാണ് ആ സമയം. അതുകൊണ്ട് തന്നെ ആ അറബി വായിക്കാൻ പറ്റാതെ, എന്നാൽ അതിലെ ആശയം ഒട്ടും ചോർന്നു പോവാതെ കൃത്യമായി മലയാളത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഒരു വ്യക്തിക്ക് ബാധകമായ ഷർത്തുകളെല്ലാം തന്നെ ഒരു ജംഇയ്യക്കും ജമാഅത്തിനും ബാധകമാണ്. അക്കാര്യത്തിൽ സംശയമല്ല. ഒരു ദാഇ സ്വീകരിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. അതില്ല എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഇല്ല എന്ന് വാദിച്ചാൽ അതോടുകൂടി പൊളിഞ്ഞില്ലേ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ദായിക്കുണ്ടാവേണ്ട മര്യാദകളാണ്. ആ മര്യാദകളൊക്കെ സംഘങ്ങൾക്കും വേണം, സംഘടനകൾക്കും വേണം. ഇതാണ് അഖ്ലാഖുദ്ദാഇയിൽ ആര് പറയുന്നത്? ഷെയ്ഖ് സാലി ആലു ഷെയ്ഖ് പറയുന്നത്. ആ അറബിയിലുള്ളതിന്റെ കറക്റ്റ് മലയാളം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നടന്നിട്ടില്ല. ഇനി ഞാൻ അറബി പറഞ്ഞാലും എന്തായാലും മലയാളത്തിൽ പറയേണ്ടി വരൂലേ? സമയദൈർഘ്യം ഭയന്ന് ഞാൻ അതിന്റെ മലയാളം പറഞ്ഞു. എന്നാൽ അതിലുള്ള ഏതെങ്കിലും ഒന്ന് ഞാൻ പറയാതെ പോയി എന്ന് ആയിരുന്നുവെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാമായിരുന്നു. എന്നാൽ അത് ശരിയായ ഒരു പരാമർശമല്ല എന്നാണ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഒറ്റ കാര്യം കൂടി, ഞാനൊരു ഫത്വ ഞാൻ വായിച്ചു. ഇഷ്ടമുള്ളിടത്തു നിന്ന് ഫത്വ വായിച്ചു. സഹോദരങ്ങളെ, അങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ഒരു ഫത്വയിൽ നിന്ന് ഞാൻ സമർത്ഥിക്കാൻ ഉദ്ദേശിച്ചൊരു വിഷയം ആ ഭാഗം ഞാൻ വായിച്ചത്. അതിൽ ചോദ്യവും ഉത്തരമൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. വായിച്ചല്ല. കാരണം ചോദ്യതാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇന്നെന്ന സംഘടനകളൊക്കെ ഉണ്ട്, ഞങ്ങൾ ആരുടെ കൂടെയാണ് ചേരേണ്ടത്, ഏതാണ് സത്യത്തിനോട് ഏറ്റവും അടുത്തത്? അപ്പൊ അവരുടെ മറുപടി എന്താണ്? സുന്നത്തിനോട് ഏറ്റവും അടുത്തത് അഹ്ലുൽ ഹദീസാണ്, പിന്നെ അൻസാറു സുന്നയാണ്, പിന്നെ ഇഖ്വാനുൽ മുസ്ലിമിനെ കുറിച്ച് അവരങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ടാകാം. പക്ഷെ അതല്ല പോയിന്റ്. അതിനുശേഷം അവർ പറഞ്ഞ വിഷയമാണ് ഞാൻ പോയിന്റ് ആക്കിയത്. വബിൽ ജുംലത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വായിച്ചു. എല്ലാവരിലും എന്തുണ്ട്? തെറ്റുണ്ട്, ശരിയുണ്ട്. അതിൽ നന്മയോട് സഹകരിക്കുകയും തെറ്റിനെ നസീഹത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുക, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്ന ആ തത്വത്തിൽ മാറ്റല്ല. അപ്പൊ അതുകൊണ്ട് ആ ഫത്വ ഞാൻ കട്ടിട്ടില്ല. ഒരു ഫത്വ കൂടി ഞാൻ സാന്ദർഭികമായി വായിക്കുകയാണ്. ചോദ്യം: ഫി ഹാദ സമാനി അദീദും മിനൽ ജമാഅത്തി വത്തഫ്രീആത്ത്. ഈ കാലഘട്ടത്തിൽ ധാരാളം ധാരാളം സംഘടനകളും ജംഇയ്യാത്തുകളും ഒക്കെ ഉണ്ട്. വകുല്ലു മിൻഹാ യദ്ദഇ അൽ-ലിവാഅ തഹ്ത അൽ-ഫിർഖത്തിൻ നാജിയ. എല്ലാവരും പറയുന്നത് ഞങ്ങളാണ് ഫിർഖത്തുൻ നാജിയ. വലാ നദ്രി അയ്യുഹാ അലാ ഹഖ്ഖിൻ ഫനത്തബിഉ. ഏതാ ശരിയെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഏതിനാണ് പിൻപറ്റേണ്ടത്. വനർജു മിൻ സിയാദതികും അൻ തദുല്ലൂന അലാ അഫ്ളലി ഹാദിഹിൽ ജമാഅത്ത്. ഇതിൽ ഏറ്റവും അഫ്ളലായ ജമാഅത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരിക. വ അഖ്യരിഹാ ഫനത്തബിഉൽ ഹഖ്ഖ ഫീഹാ മഅ ഇബ്റാസിൽ അദില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായി പറഞ്ഞു തരും ഞങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, ആ മറുപടി അവർ പറഞ്ഞത് കുല്ലു മിൻ ഹാദിഹിൽ ജമാഅത്ത്, ഈ സംഘങ്ങളൊക്കെ തന്നെ തദ്ഖുലു, അവർ പ്രവേശിക്കുന്നു, ഫിൽ ഫിർഖത്തിൻ നാജിയ, എല്ലാവരും ഫിർഖത്തുൻ നാജിയന്റെ ആളുകളാണ്. എന്നാൽ ഇല്ലാ മൻ അതാ മിൻഹും ബിമുകഫിരിൻ യുഖ്രിജു അൻ അസ്ലിൽ ഈമാൻ. എന്നാൽ ഈമാനിന്റെ അസ്ലിൽ നിന്ന് തെറ്റുന്ന അഖീദയും മൻഹജുള്ളവരാണെങ്കിലോ അവര് ഫിർഖത്തുൻ നാജിയപ്പെട്ടവരല്ല. അപ്പൊ ഫിർഖത്തുൻ നാജിയയിൽ പെട്ടതല്ലാത്ത അഖീദയോ മൻഹജോ വെച്ചു പുലർത്തുന്ന ആളുകൾ, ആ ആളുകളുമായി സഹകരിക്കുക, അവർ ഫിർഖത്തുൻ നാജിയപ്പെടുന്നവരാണ്. എന്നാൽ മൻഹജിന് വിരുദ്ധമായ, അഖീദക്ക് വിരുദ്ധമായ, ഫിർഖത്തുൻ നാജിയയിൽ പെടാത്ത വിശ്വാസ
മൻഹജുകൾ കൊണ്ടു നടക്കുന്ന ആളുകളെ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ലാകിന്നഹും, പക്ഷെ അവരിൽ തതഫാവത് ദറജാതുഹും ഖുവ്വതൻ വളിഅഫൻ ബിഖദ്രി ഇസാബതിഹിം ലിൽഹഖ് വഅമലിഹിം ബിഹി വഖതഇഹിം ഫീ ഫഹ്മിൽ അദില്ലതി വൽ അമൽ. എന്നാൽ ഓരോ വിഭാഗത്തിലും എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. തെളിവുകളും ഫഹ്മുകളും ഒക്കെ മനസ്സിലാക്കുന്നതിലും സത്യത്തോട് യോജിക്കുന്നതിലൊക്കെ പലർക്കും എന്തുണ്ടാവാം, അങ്ങോട്ടും ഇങ്ങോട്ടും വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഫഅഹ്ദാഹും മസ്അദുഹും ബിദ്ദലീലി ഫഹ്മൻ വഅമല. അവരിൽ ഏറ്റവും വിജയിച്ചവർ ആരാണ്? ദലീലിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. ഫഅരിഫു വുജുഹാത്തി നളരിഹിം, നീ അവരുടെ കൂടെ കൂടി നോക്കുക. വകുൻ മാ അത്ബഇഹിം ലിൽഹഖ് വൽസമിഹിം ലഹു, അവരുടെ കൂട്ടത്തിൽ സത്യത്തോട് ഏറ്റവും യോജിക്കുന്ന ആളുകളുടെ കൂടെ നീ കൂടുകയും ചെയ്യുക. എന്നാൽ വലാ തബ്ഖസൽ ആഖരീന ഇഖ്വതഹും ഫിൽ ഇസ്ലാമി ഫതറുദ്ദ അലൈഹിം മാ അസാബു ഫീഹി മിനൽ ഹഖ്. എന്നാൽ അതിന്റെ പേരിൽ നീ മറ്റൊരു വിഭാഗത്തെ, അഥവാ ഫിർഖത്തുൻ നാജിയയിൽ പെട്ടൊരു വിഭാഗത്തെ നീ ചീത്ത പറയാനോ ഒന്നും പാടില്ല. ബഹുമാന്യനായ സക്കരിയ സലാഹി അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആരംഭിച്ചത് തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാചകം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ സന്തോഷം നാം അദ്ദേഹത്തെ അറിയിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, രണ്ടു കൂട്ടരുടെയും പ്രഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കണം. കാരണം രണ്ടു കൂട്ടരും അഹ്ലുസുന്നയുടെ ആളുകളാണ്. രണ്ടു കൂട്ടരും സലഫിയത്ത് പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പം അഹ്ലുസുന്നയുടെ ആളുകളാണ് നമ്മളെങ്കിൽ, സലഫിയത്ത് പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തിനാണ് നാം ഈ ഒരു വിഷയത്തിൽ ഇത്ര വലിയ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടത്? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഒരു വരയുടെ അത്ര. പണ്ട് നജ്ജാഷി ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, നീ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ ഞങ്ങളും നിങ്ങളും തമ്മിലിതാ ഈ ഒരു വരന്റെ വ്യത്യാസമേ ഉള്ളൂ എന്നതുപോലെ പല വിഷയത്തിലും പ്രോഫ്കോൺ നടത്തേണ്ട എന്ന് അദ്ദേഹത്തിന് വാദമല്ല. അദ്ദേഹം അത് വ്യക്തമാക്കി. പിന്നെന്താണ്, അത് കുറച്ചുകൂടി വിപുലീകരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രോഫ്കോൺ എന്ന സംവിധാനം കുറച്ചുകൂടി ആളുകളെ കൂട്ടി വിപുലീകരിക്കണം. ഇൻഷാ അല്ലാഹ് ആലോചിക്കാവുന്നതാണ്, അതിൽ പ്രശ്നമല്ല. അതേപോലെ ഏത് വിഷയങ്ങളും, അതേപോലെ യാചനയുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം പറയുന്നു, എനിക്ക് അങ്ങനെ പിരിക്കണ്ട എന്ന് വാദമില്ല. നമ്മളത് അംഗീകരിച്ചേ മതിയാവും. ഒരാൾ അങ്ങനെ ഒരു വാദം പറഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കണം. പിന്നെ അതിന്റെ തന്നീമിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൂടെ? അൽഹംദുലില്ലാ, അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രിയപ്പെട്ടവരെ വളരെ നിസ്സാരമാണ്. അതിനൊക്കെ വജീകളുണ്ട്. ആ വജീകൾ സമർത്ഥിക്കൽ മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു നിലക്കും അദ്ദേഹത്തോട് മാനസികമായി വെറുപ്പോ വിഷമോ ഒന്നുമില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ മറ്റുള്ളവർക്ക്, ഞാൻ പറയട്ടെ, അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് എന്നിലൂടെ സലഫി പണ്ഡിതന്മാരെ നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അതൊന്നുകൂടി വ്യക്തമാക്കിയത്. അതുകൊണ്ട് ചർച്ചയുടെ വാതിലുകൾ അവസാനിക്കുന്നില്ല. താലിബുൽ ഇൽമുകളാണല്ലോ നമ്മൾ പഠിക്കുക, നമ്മൾ ചർച്ച ചെയ്യുക. എന്നാൽ ഒരിക്കലും നമ്മൾ ശത്രുക്കൾക്ക് നമ്മൾ വടി കൊടുക്കരുത്. നമ്മുടെ ശത്രുക്കൾ നമ്മളെ ആയുധമാക്കരുത്. അവരിലേക്ക് കയറാനുള്ള വഴികൾ ഞാനും നിങ്ങളും ആരും ഉണ്ടാക്കി കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ സലഫി ദഅ്വ രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട മര്യാദകളൊക്കെ സക്കരിയ സലാഹിയോടും നമ്മൾ കാണിക്കണം. സക്കരിയ സലാഹി നേരെ തിരിച്ചും. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് നല്ല നിലക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാം. വസ്തഗ്ഫിരില്ലാഹ്, ഞാനും നിങ്ങളും അള്ളാഹുവിനോട് നിരന്തരമായി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യഹൂദന് എതിരായും മുസ്ലിമിന് അനുകൂലമായും ഒരു വിധി പറഞ്ഞു ഒരു സന്ദർഭത്തിൽ. യഥാർത്ഥത്തിൽ യഹൂദന്റെ അടുത്തായിരുന്നു ഹക്ക്, മുസ്ലിമിന്റെ അടുത്ത് ഹക്കില്ലായിരുന്നു. അതിനെ പരാമർശിക്കവേ അള്ളാഹു പറഞ്ഞു, വലാ തഖുല്ലിൽ ഖായിനീന ഖസീമ, വഞ്ചകന്മാർക്ക് വേണ്ടി നീ വാദിക്കുന്നവനാവരുത്. വസ്തഗ്ഫിരില്ലാഹ്, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ആരോടാ? നബീനോടാ പറയുന്നത്. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വാദങ്ങൾ, നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ ഇതെല്ലാം ഹക്കിന് വേണ്ടിയായി തീരട്ടെ, നന്മ വിജയിക്കാൻ വേണ്ടിയായി തീരട്ടെ. ഒരു വ്യക്തിയോടോ ഒരു വിഭാഗത്തോടോ ഒരു സംഘടനയോടോ ഉള്ള പക്ഷപാതിത്വം കൊണ്ട് ഹക്കിനെതിരെ പ്രവർത്തിക്കാൻ നമുക്കാർക്കും അത് പ്രേരണയായി തീരരുത്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു ജനതയോടുള്ള വിദ്വേഷം, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്?
പ്രേരകമായി തീരരുത്. ഇഅ്ദിലു, നീതി പാലിക്കണം. അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സുദീർഘമായി ഇങ്ങനെ സംസാരിച്ചപ്പോ അബദ്ധങ്ങളോ തെറ്റുകളോ ഒക്കെ വന്നിട്ടുണ്ടാകാം. ഇൻഷാ അല്ലാഹ് ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് അടുത്ത ദൗറകളിലും ദർസുകളിലും അത് തിരുത്താവുന്നതാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.